ഹലോ, വെൽക്കം ബാക്ക്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിലേക്ക് IT ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 01/2024. അപ്പോൾ ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. നിങ്ങളൊരിക്കലും ലേറ്റ് ആവാതെ ഇരിക്കുക. അപ്പോൾ വീഡിയോ ചെയ്തത് കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് ഈ മാസം 30 വരെയാണ്. ഓക്കെ, ഇതിൽ 2 പോസ്റ്റുകളാണ് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കുവാൻ സാധിക്കുന്നത്. അതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സീനിയർ ടെക്നീഷ്യനകത്ത് ലെവൽ 4 സാലറി പ്രകാരം 25,500 മുതൽ 81,100 വരെ നല്ലൊരു സാലറി സ്കെയിലാണുള്ളത്. 27 വയസ്സ് വരെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാം. പക്ഷേ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം. നോക്കാം. ഓക്കെ, ഡിസിപ്ലിൻ വൈസ് വേക്കൻസി കാർപ്പൻറ്ററിന് 7 വേക്കൻസിയാണ് ടോട്ടലായിട്ടുള്ളത്. അതിൽ റിസർവ്ഡ് കാറ്റഗറീസിനുള്ള വേക്കൻസിയും അൺറിസർവ്ഡ് കാറ്റഗറീസിലുള്ള വേക്കൻസിയുമായിട്ടാണ് ഈ 7 വേക്കൻസി വരുന്നത്. അപ്പോൾ അത് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കാവുന്നതാണ്. വെൽഡർ ടോട്ടൽ 1 വേക്കൻസി, പ്ലംബർ 2 വേക്കൻസി, ഫിറ്റർ 5 വേക്കൻസി, ഇലക്ട്രീഷ്യനും വയർമാനും 3 വേക്കൻസി. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ ടെലഗ്രാമിലെ പവർ ഓഫ് IT എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ടെലഗ്രാമിൽ ചെല്ലുക, പവർ ഓഫ് IT എന്ന് സ്പേസ് ഇല്ലാതെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ടെക്നീഷ്യൻ, ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ആണെന്നുണ്ടെങ്കിൽ ലെവൽ 2 അനുസരിച്ചുള്ള സാലറി 19,900 മുതൽ 63,200 വരെയാണ്. അപ്പോൾ അതിനകത്തേക്ക് ഒരു വേക്കൻസിയാണുള്ളത്. ആ ഒരു വേക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾ OBC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് സാധിക്കത്തുള്ളത്. ഇവിടെയാണത് ഈ മുകളിൽ കാണിച്ചിട്ടുണ്ട് അൺറിസർവ്ഡ്, EWC, SC, ST, OBC. അപ്പോൾ അതിന് നേരെ താഴെയുള്ളതാണ് നമ്മുടെ വേക്കൻസി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത് വന്നത് ടോട്ടൽ വേക്കൻസീസിൻ്റെ കാര്യമാണ്. PDF ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, PDF നോക്കിയിട്ട് നോക്കുക. ഓക്കെ, പിന്നെ അതിന് താഴെയായിട്ട് നോട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ വായിച്ച് നോക്കിക്കൊള്ളുക. ഞാൻ വീഡിയോ ലെങ്ത് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് 9 സെപ്റ്റംബർ മുതലായിട്ട് ആപ്ലിക്കേഷൻ ഡേറ്റ് തുടങ്ങിയിട്ടുണ്ട്. 30 സെപ്റ്റംബർ 2024 ഈ മാസം 30 വരെയാണ് ആപ്ലിക്കേഷൻ അയക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് നോട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏജും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് നേടിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതൊക്കെയാണ്. ഇനി അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് എന്ന് പറയുന്നത് സീനിയർ ടെക്നീഷ്യൻ്റെയും ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് സീനിയർ ടെക്നീഷ്യന് നിങ്ങൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ITയുടെ ഇലക്ട്രീഷ്യൻ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ അല്ലെങ്കിൽ കാർപ്പൻറ്റർ, പ്ലംബർ, വയർമാൻ, വെൽഡർ എന്നിങ്ങനെയുള്ള ട്രേഡുകളിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ദെൻ അതിനുശേഷം 2 ഇയർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ദ റെസ്പെക്റ്റീവ് ട്രേഡ് ആഫ്റ്റർ ഹാവിംഗ് ഒബ്റ്റെയിൻഡ് ദ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ്. അപ്പോൾ IT സർട്ടിഫിക്കറ്റ് നേടിയതിന് ശേഷം ആ ഒരു റിലവൻ്റ് ട്രേഡിലുള്ള 2 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ പലരും അപ്രൻറ്റീസ്ഷിപ്പിൻ്റെ പ്രാധാന്യം ചോദിച്ചിരുന്നു. ഇപ്പോൾ 2 വർഷം എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 1 വർഷത്തെ അപ്രൻറ്റീസ്ഷിപ്പ് മതി. അപ്പോൾ അതാണ് അപ്രൻറ്റീസ്ഷിപ്പിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ടെക്നീഷ്യൻ്റെ ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ഉള്ളവർക്കുള്ള ടെക്നീഷ്യൻ്റെ അവസരം എന്ന് പറയുന്നത് മെട്രിക് 10ാം ക്ലാസ് അല്ലെങ്കിൽ ഈക്വലവൻ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ITയിൽ നിന്ന് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒപ്പം വേണ്ടത് നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആ ഒരു റെലവൻ്റ് ട്രേഡിലാണ്. അപ്പോൾ അതാണ് അപ്രൻറ്റീസ്ഷിപ്പിൻ്റെ പ്രാധാന്യം. അപ്രൻറ്റീസ്ഷിപ്പ് ഒക്കെ ഉള്ളവർക്ക് മാത്രം ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്ന കുറച്ച് പോസ്റ്റുകളും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്തുള്ള പ്രോസസ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എല്ലാം ആവശ്യമായിട്ടുള്ളതൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സീനിയർ ടെക്നീഷ്യൻ ആയിരുന്നാലും ടെക്നീഷ്യനായിരുന്നാലും 2 എക്സാമുകളാണുള്ളത്. ആദ്യത്തേത് ഓൺലൈൻ എക്സാമിനേഷനും രണ്ടാമത്തേത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. അത് ട്രേഡ് ടെസ്റ്റ് ആയിരിക്കും. ഇനി ഓൺലൈൻ എക്സാമിനേഷൻ്റെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നും 50 ചോദ്യങ്ങൾ 50 മാർക്കിനും, ജനറൽ അവയർനെസ് കറണ്ട് അഫെയർ 25 ക്വസ്റ്റ്യൻ 25 മാർക്കിനും, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻ 25 മാർക്കിനും, ട്രേഡ് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ സീനിയർ ടെക്നീഷ്യനും ഉണ്ടായിരിക്കും. അത് 50 ചോദ്യങ്ങൾ 50 മാർക്കിനും ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ലാംഗ്വേജ് ആയിട്ട് വരുന്നുണ്ടാവുക എന്താണ്, ഇവിടുത്തെ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജൊക്കെ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പം മൊത്തം 150 ക്വസ്റ്റ്യനുകൾ 150 മാർക്കാണുള്ളത്. ഇതിന് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അവിടെ നിന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി അപ്പർ ഏജ് റിലാക്സേഷൻ, അതായത് നമ്മൾ 27 വയസ്സ് എന്ന് പറഞ്ഞുവെങ്കിലും SC/ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 27 വയസ്സിൻ്റെ ഒപ്പം 5 വയസ്സ് കൂടി കൂടുതൽ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതായത് 27 + 7 എന്ന് പറയുമ്പോഴത്തേക്കിന് എത്രയാണ്, അവിടെ
2 വയസ്സ് വരെ ആപ്ലിക്കേഷൻ അയക്കാം. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അത്യാവശ്യം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല ഇത് കൊടുത്തിട്ടുണ്ട്, കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എക്സാം സെൻറ്ററാണ് ഇവിടെ കേരളത്തിൽ 2 സ്ഥലങ്ങളിൽ വരുന്നുണ്ട്, തിരുവനന്തപുരവും എറണാകുളവുമാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാം വായിച്ചു നോക്കണം കേട്ടോ. വലിയ കാര്യങ്ങളൊന്നുമില്ല, വീഡിയോ അധികം ലെങ്ത് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് വായിക്കാതെ പോകുന്നത്. ഇനി ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 3 ഘട്ടങ്ങളാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു രജിസ്ട്രേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈറ്റിൽ കയറിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മൾ ഫീസ് പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. സിമ്പിളാണ്, ഇത് നിങ്ങൾ വായിച്ച് നോക്കേണ്ട ഒരു കാര്യമുള്ളൂ. അതിന് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ വഴി ഇതിലേക്ക് ആപ്ലിക്കേഷൻ ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ISROൻ്റെ ആപ്ലിക്കേഷൻ അയച്ചത്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോമിൽ ഫ്രീ ആയിട്ട് തന്നെ ഈ സ്കാൻ ചെയ്യാനായിരുന്നാലും, അതായത് ഈ ഡോക്യുമെൻറ്റ്സ് ഫോട്ടോ എടുത്ത് പ്രിസൈസ് ആക്കാൻ വേണ്ടിയിട്ട്, സൈസ് ഈ പറയുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ട്, ഉദാഹരണം ഫോട്ടോഗ്രാഫ് നോക്കുക, 4.5 സെൻറ്റിമീറ്ററിൻ്റെ 3.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൽ നമുക്ക് ആപ്ലിക്കേഷനിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ, ഫോട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ട്. അതുപോലെ സിഗ്നേച്ചർ, ബ്ലാക്ക് ഇങ്ക് കൊണ്ടുള്ള, അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഓൺ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ മഷി കിട്ടും, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിലബസ് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനും ചാടി കയറി ആപ്ലിക്കേഷൻ അയക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് കഴിയുന്നതാണോ, പഠിക്കാൻ സാധിക്കുന്നതാണോ എന്ന് നോക്കിയതിന് ശേഷം ആപ്ലിക്കേഷൻ അയക്കാൻ മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വെബ്സൈറ്റ് ഇതാണ് www.bis.gov.in. അപ്പോൾ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനും അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഈ നോട്ടിഫിക്കേഷനൊക്കെ കാണാൻ സാധിക്കും. അതുവഴി നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ സിലബസ് ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ തന്നെ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അല്ലാതെ ആപ്ലിക്കേഷൻ അയക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നതല്ല. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. സോ ഈ ഇമ്പോർട്ടൻ്റ് ഡേറ്റുകൾ കൂടി നോക്കാം കേട്ടോ. ഹാൾ ടിക്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 ഡേയ്സ് മുമ്പായിരിക്കും വരുന്നത്. ഓൺലൈൻ എക്സാമിനേഷൻ നവംബറിൽ ടെൻറ്റേറ്റീവ്ലി, അതായത് നവംബറിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ശരി, എന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.